പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റിനായി BJPയിൽ തർക്കം. BJP സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിമാരും തമ്മിലാണ് തർക്കമുള്ളത്. നെടുമ്പാശ്ശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്തെത്തി. പദ്ധതിയുടെ ക്രെഡിറ്റ് രാജീവ് ചന്ദ്രശേഖരും അവകാശപ്പെട്ടിരുന്നു. ക്രെഡിറ്റ് തർക്കത്തെ പരോക്ഷമായി വിമർശിച്ച് മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രനും രംഗത്തെത്തി. PMC പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കിയതിന്റെ ക്രെഡിറ്റ് ABVPക്കാണെന്നാണ് സുരേന്ദ്രന്റെ പരിഹാസം. നമുക്ക് ആ പോസ്റ്റുകളൊക്കെ ഒന്ന് കാണാവുന്നതാണ്. വേണ്ടി വന്നാൽ VS രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, ഈ കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റ് ആർക്ക് എന്നതിൽ പാർട്ടിക്കുള്ളിൽ തർക്കമാണ് അല്ലേ? ഡോക്ടർ അരുൺ, കേന്ദ്ര പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിലും ഈ ഒരു മത്സരം നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് അനുവദിച്ചപ്പോൾ ആ വന്ദേ ഭാരത് അനുവദിച്ചത് താൻ ആവശ്യപ്പെട്ടിട്ടാണ് എന്ന മട്ടിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് പിന്നാലെ പലരും അതിൻ്റെ പോസ്റ്റും അവകാശവാദവുമായൊക്കെ രംഗത്ത് വന്നു. അതുപോലെ തന്നെയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിനോട് ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അറിയിപ്പ് വന്നപ്പോൾ ജോർജ് കുര്യനാണ് ആദ്യം പോസ്റ്റ് ഇട്ടത്. പിന്നീട് രാജീവ് ചന്ദ്രശേഖറും സമാനമായി താൻ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു എന്ന മട്ടിൽ സംസ്ഥാനത്ത് BJPക്ക് ഒരു നേട്ടം കൂടി എന്ന മട്ടിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്നലെ K. സുരേന്ദ്രൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഈ PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൻ്റെ ക്രെഡിറ്റ് അത് സംസ്ഥാനത്ത് ABVPക്കാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് കൂടി സംസ്ഥാന BJPയുടെ ഔദ്യോഗിക നേതൃത്വം കൊണ്ടുപോകണ്ട എന്ന് കരുതി കാലേക്കുട്ടി സുരേന്ദ്രൻ അത് ABVPക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ക്രെഡിറ്റ് ആരെടുക്കും എന്ന കാര്യത്തിലാണ് തർക്കം. യുവ നേതാവായിട്ടും വക്താവായിട്ടുള്ള ഗോകുൽ രാജ് ഒരു പോസ്റ്റ് ഇട്ടു. അതിൽ ജോർജ് കുര്യൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇനിയിപ്പോൾ ക്രെഡിറ്റ് ആരും തട്ടിയെടുക്കേണ്ട എന്നുള്ളത്. അത് വായിക്കുമ്പോൾ തോന്നും സംസ്ഥാന സർക്കാരോ UDF ഒക്കെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വരുമെന്നുള്ളതാണ്. പക്ഷേ ഗോകുൽ രാജ് ഒരുപക്ഷെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ജോർജ് കുര്യൻ പറഞ്ഞ കാര്യത്തിൻ്റെ ക്രെഡിറ്റ് അത് സംസ്ഥാന അധ്യക്ഷൻ എടുക്കേണ്ട എന്ന മട്ടിലായിരിക്കും. ഏതായാലും കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് എന്ന കാര്യത്തിൽ മന്ത്രിമാരും അതുപോലെ സംസ്ഥാന അധ്യക്ഷനും തമ്മിൽ ചെറിയൊരു തർക്കം BJPയിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, എന്താ അല്ലേ ഒരു പാർട്ടിയിലെ കേന്ദ്ര പദ്ധതികളെ ക്രെഡിറ്റിനായിട്ട് നേതാക്കൾ പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്.